ഗാസ മുനമ്പിലെ സംഘർഷം അവസാനിപ്പിച്ച് ദീർഘകാല സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള നിർണായക നീക്കവുമായി അമേരിക്ക മുന്നോട്ട്. ഹമാസിന്റെ ശക്തമായ എതിർപ്പുകൾക്കിടയിലും അടുത്ത മാസം ആദ്യം തന്നെ ഒരു അന്താരാഷ്ട്ര സുസ്ഥിര സേനയെ ഗാസയിൽ വിന്യസിക്കാൻ അമേരിക്ക ഒരുങ്ങുകയാണ്. ഗാസയിലെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനുള്ള ഈ സംഘത്തിന് ഐക്യരാഷ്ട്രസഭ അനുമതി നൽകിയതിന് പിന്നാലെയാണ് സൈനിക വിന്യാസത്തിനുള്ള ഒരുക്കങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നത്. ഇത് അമേരിക്കയുടെ ഗാസ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലെ ഏറ്റവും നിർണായകമായ ചുവടുവെപ്പാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും അത് പലതവണ ലംഘിക്കപ്പെട്ട സാഹചര്യത്തിലാണ് രണ്ടാം ഘട്ടം നടപ്പിലാക്കാനുള്ള പദ്ധതികൾ ഈ കാലയളവിൽ വൈറ്റ് ഹൗസ് നിശബ്ദമായി പുരോഗമിച്ചത്. ദീർഘകാല സമാധാനമാണ് ലക്ഷ്യമെന്ന് വൈറ്റ് ഹൗസ് വക്താവ് കരോളിൻ ലെവിറ്റ് മാധ്യമങ്ങളെ അറിയിച്ചു. ISF രൂപീകരണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ നിരവധി രാജ്യങ്ങൾ സൈന്യത്തിന്റെ ഭാഗമാകാൻ താൽപര്യം പ്രകടിപ്പിച്ചതായി US ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കി. ഈ അന്താരാഷ്ട്ര സേന ഒരിക്കലും ഹമാസുമായി നേരിട്ട് യുദ്ധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഹമാസിനെ എങ്ങനെ നിരായുധീകരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയിട്ടുമില്ല. എത്ര പേർ സംഘത്തിൽ ഉണ്ടാകണം, അവരുടെ താമസം, പാലിക്കേണ്ട നിയമങ്ങൾ എങ്ങനെ നടപ്പാക്കണം തുടങ്ങിയ നിർണായക കാര്യങ്ങളിൽ അമേരിക്ക ഉടൻ തീരുമാനമെടുക്കും. 2 നക്ഷത്ര പദവിയുള്ള ഒരു ജനറൽ ആയിരിക്കും സംഘത്തെ നയിക്കുക എന്ന പ്രാഥമിക ആലോചന ഉണ്ടെങ്കിലും അക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെയും വന്നിട്ടില്ല. UN സുരക്ഷാ കൗൺസിൽ നവംബർ 17-നാണ് സമാധാന സംഘത്തിന് അംഗീകാരം നൽകിയത്. ISFന്റെ പ്രവർത്തനത്തിനൊപ്പം ഗാസയിൽ പുതിയ പോലീസിനെയും സൈന്യത്തെയും പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യവും ഈ പദ്ധതിക്കുണ്ട്. ഗാസയെ പൂർണ്ണമായും നിരായുധീകരിക്കുക, ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി ഗാസ മുൻപ് ഉപയോഗിക്കില്ലെന്ന് ഉറപ്പാക്കുക, സർക്കാർ ഇതര സംഘടനകളുടെ കൈവശം ആയുധങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തുക എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നു. സമാധാന പദ്ധതികൾക്കായി രൂപീകരിച്ച ബോർഡിന്റെ അനുമതി സൈനിക വിന്യാസത്തിന് ആവശ്യമാണ്. US പദ്ധതി അനുസരിച്ച് സമാധാന സേനയുടെ നിയന്ത്രണങ്ങൾ എത്തുന്നതോടെ ഇസ്രായേൽ സൈന്യം ഈ പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറേണ്ടതുണ്ട്. ഇന്തോനേഷ്യ ഈ പദ്ധതിയിൽ സജീവമായി പങ്കുചേരുന്നുണ്ട്. 20,000 അംഗങ്ങളുള്ള ഒരു ട്രൂപ്പിനെയാണ് ഇന്തോനേഷ്യ ഗാസയിലേക്ക് സജ്ജമാക്കുന്നത്. ഇവരുടെ പങ്കാളിത്തം പ്രധാനമായും ആരോഗ്യം, നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങിയ മാനുഷിക സഹായ മേഖലകളിലായിരിക്കും. നിലവിൽ ഗാസയുടെ 53% പ്രദേശങ്ങളുടെയും നിയന്ത്രണം ഇസ്രായേലിനാണ്. എന്നാൽ ഏകദേശം 20 വർഷത്തോളം ആളുകൾ ഇപ്പോഴും ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലാണ് ജീവിക്കുന്നത്. അമേരിക്കയുടെ ഈ നീക്കത്തോടുള്ള ഹമാസിന്റെ നിലപാട് ശക്തമായ എതിർപ്പാണ് പ്രകടിപ്പിക്കുന്നത്. നിരായുധീകരണം എന്ന ആവശ്യം ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി. ഇക്കാര്യം അമേരിക്ക, ഈജിപ്ത്, ഖത്തർ എന്നിവരുമായുള്ള മധ്യസ്ഥ ചർച്ചകളിൽ ഹമാസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ നീക്കത്തെ സ്വാഗതം ചെയ്തു. നിരായുധീകരണവുമായി പ്രത്യേക സൈന്യം മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സന്നദ്ധ പ്രവർത്തകരാകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇസ്രായേലിന്റെ അതിഥിയായിരിക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഗാസയിലെ ഈ നിർണായക സാഹചര്യങ്ങൾക്കിടയിൽ 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് ഇംഗ്ലണ്ട് അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആംനസ്റ്റി ഇന്റർനാഷണൽ പുറത്തുവിട്ട റിപ്പോർട്ടും ശ്രദ്ധേയമാണ്. ഹമാസിന്റെ പ്രവർത്തികൾ മനുഷ്യരാശിക്കെതിരെയുള്ള കുറ്റകൃത്യമാണെന്ന് റിപ്പോർട്ടിൽ അടിവരയിടുന്നു. ഇസ്രായേലിൽ നടത്തിയ ആക്രമണങ്ങളും ഗാസയിലേക്ക് കടത്തിക്കൊണ്ടുപോയ ബന്ദികളോടുള്ള ക്രൂരതകളും ആംനസ്റ്റി റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ റിപ്പോർട്ട് തയ്യാറാക്കിയത് ആക്രമണത്തിന്റെ രീതി, ആക്രമണങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം, ഹമാസിന്റെ മറ്റ് സായുധ സംഘടനകളുടെയും പ്രസ്താവനകൾ, ഇരകളുമായുള്ള ആശയവിനിമയം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ്. നേരത്തെ ഐക്യരാഷ്ട്രസഭയിലടക്കം ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തിയുള്ള നീക്കങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ബഹുമാനമർഹിക്കുന്ന ഈ സംഘടനയുടെ കണ്ടെത്തൽ ഒരു തിരിച്ചടിയായി കണക്കാക്കാം. ഹമാസിനെതിരെ മുഖ്യധാര മനുഷ്യാവകാശ സംഘടന രംഗത്ത് വന്നതും ഇതാദ്യമായാണ്. ഒക്ടോബർ 7-ലെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവർ, ഇരകളുടെ കുടുംബങ്ങൾ, ഫോറൻസിക് വിദഗ്ധർ, മെഡിക്കൽ പ്രൊഫഷണലുകൾ എന്നിവരുൾപ്പെടെ 70ഓളം പേരുമായി അഭിമുഖം നടത്തിയാണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയത്. ആക്രമണ കേന്ദ്രങ്ങളും ബന്ദികളെ പാർപ്പിച്ച സ്ഥലങ്ങളും സന്ദർശിച്ചും 350-ലധികം വീഡിയോകൾ സൂക്ഷ്മ വിശകലനത്തിനും വിധേയമാക്കിയിട്ടുണ്ട്. റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ അനുസരിച്ച് കൊലപാതകം, വംശഹത്യ, തടവിലാക്കൽ, പീഡനം, ബലാത്സംഗം, ലൈംഗിക അതിക്രമങ്ങൾ, മനുഷ്യത്വരഹിതമായ പ്രവർത്തികൾ എന്നിവ ഹമാസ് നിവാസികൾ നടപ്പാക്കി. ഇത് സാധാരണക്കാരായ ഒരു വിഭാഗം ജനങ്ങൾക്കെതിരെ ആസൂത്രിതമായി നടത്തിയ ആക്രമണമായിരുന്നു. പൗരന്മാരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താൻ തീവ്രവാദികൾക്ക് നിർദ്ദേശം ലഭിച്ചതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യവും നടന്നിട്ടില്ലെന്നും റിപ്പോർട്ട് പിൻവലിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നുണ്ട്. ഹമാസ് നടത്തിയ ക്രൂരതകൾ പൂർണ്ണമായി റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. ഒക്ടോബർ 7-ലെ ആക്രമണങ്ങളിൽ ഏകദേശം 1200 പേർ കൊല്ലപ്പെട്ടു. അതിൽ ഭൂരിഭാഗവും സാധാരണ പൗരന്മാരായിരുന്നു. കുട്ടികളടക്കം 251 പേരെയാണ് ബന്ദികളാക്കിയത്. ഒരാളൊഴികെ എല്ലാവരെയും വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിച്ചു. ഈ ആക്രമണമാണ് ഗാസയിലെ ഇസ്രായേൽ യുദ്ധത്തിന് കാരണമായതും. ഗാസ ആരോഗ്യ അതോറിറ്റികളുടെ കണക്കനുസരിച്ച്
ഇതുവരെ 70,000-ത്തിലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. അവരിൽ ഭൂരിഭാഗവും സാധാരണ പൗരന്മാരാണ്. മേഖലയുടെ വലിയ ഭാഗങ്ങൾ തകർന്നു. ജനസംഖ്യയുടെ ഏറിയ പങ്കും ഭവനരഹിതരായി. 2024 ഡിസംബറിലെ ആംനസ്റ്റി റിപ്പോർട്ട് ഇസ്രായേൽ ഗാസയിലെ പലസ്തീനികൾക്കെതിരെ വംശഹത്യ നടത്തിയെന്നായിരുന്നെങ്കിലും ഇസ്രായേൽ അത് നിഷേധിച്ചിരുന്നു. തങ്ങളുടെ യുദ്ധം ഹമാസിനെതിരെയാണെന്നും പലസ്തീനികൾക്കെതിരായ ഒന്നുമല്ലെന്നും ഇസ്രായേൽ അന്ന് വ്യക്തമാക്കി. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ഒക്ടോബർ 7 സംബന്ധിച്ച റിപ്പോർട്ടിൽ പറയുന്ന പ്രധാന കാരണങ്ങളും ഇവയാണ്. ഗാസയിലേക്ക് കൊണ്ടുപോയ എല്ലാവരെയും നിയമവിരുദ്ധമായി ബന്ദികളാക്കി, എല്ലാവരെയും മാനസിക പീഡനത്തിന് വിധേയരാക്കി. 2023 ഒക്ടോബർ 7 പിടികൂടിയ ചില സൈനികരും സാധാരണക്കാരും ഇസ്രായേലിലോ ഗാസയിലോ വെച്ച് ശാരീരികവും മാനസികവും ലൈംഗികവുമായ പീഡനങ്ങൾക്ക് വിധേയരായതിനും തെളിവുകളുണ്ട്. എന്നാൽ ലൈംഗിക പീഡനത്തിന്റെ വ്യാപ്തിയും തോതും നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആക്രമണങ്ങളിൽ 800-ലധികം സാധാരണക്കാർ കൊല്ലപ്പെട്ടു. 300-ഓളം ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടു. ഇരകളിൽ ഭൂരിഭാഗവും ജൂത ഇസ്രായേലികളാണ്. എന്നാൽ ഇസ്രായേൽ പൗരന്മാരായ ബെദൂയിൻ വിഭാഗക്കാരും വിദേശ തൊഴിലാളികളും വിദ്യാർത്ഥികളും അഭയാർത്ഥികളും ഉൾപ്പെടുന്നുണ്ട്. 4000-ത്തിലധികം പേർക്ക് പരിക്കേറ്റു. 100 കണക്കിന് വീടുകളും സിവിലിയൻ കെട്ടിടങ്ങളും തകർന്നു വീണു. 251 പേരെ ഗാസയിലേക്ക് ബലമായി കൊണ്ടുപോയി. ആക്രമിക്കപ്പെട്ട പ്രദേശങ്ങളിൽ നിന്ന് 10,000 കണക്കിന് നിവാസികൾ വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യുകയും ചെയ്തു. ആയിരക്കണക്കിന് പേർ ഇപ്പോഴും മാറ്റിപ്പാർപ്പിക്കപ്പെട്ട നിലയിൽ കഴിയുകയും ചെയ്യുന്നു. നോവ മ്യൂസിക് ഫെസ്റ്റിവലിന് നേരെയുള്ള ആക്രമണം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മറ്റിവിടങ്ങളിൽ ആക്രമണം നടത്താൻ പോകുന്ന വഴിക്ക് റോഡ് 232-ൽ വെച്ച് യോദ്ധാക്കൾ ആകസ്മികമായാണ് ഫെസ്റ്റിവൽ സ്ഥലം കണ്ടെത്തും. സാധാരണക്കാർ നിറഞ്ഞ പ്രദേശങ്ങളിലേക്ക് അവർ വെടിയുയർത്തു. ഭയന്നോടുന്നവരെ ലക്ഷ്യമിട്ട് വെടിവെച്ചു. ബോംബ് ഷെൽട്ടറുകളിലും ഒളിക്കാൻ ശ്രമിച്ചവരെയും തിരിഞ്ഞുപിടിച്ച് കൊന്നു എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. ഈ പശ്ചാത്തലത്തിൽ അമേരിക്കൻ നേതൃത്വത്തിൽ വരുന്ന അന്താരാഷ്ട്ര സൈന്യത്തിന് ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ദൗത്യം എളുപ്പമാവില്ല. ഹമാസിന്റെ നിരായുധീകരണം എന്ന ലക്ഷ്യം എങ്ങനെ കൈവരിക്കും എന്നതിലാണ് ഈ ലോകത്തിന്റെ ശ്രദ്ധ ഇപ്പോൾ ഉള്ളത്.